നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിന്റെ അടുക്കളയുടെ കന്നിമൂലയിൽ, അതായത് അടുക്കളയുടെ തെക്കു പടിഞ്ഞാറെ മൂല വരുന്ന ഭാഗത്ത് ഈ ഒരു ദിവ്യമാർന്ന വസ്തു വച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ നിരന്തരമായിട്ടുള്ള വരത്തുപോക്ക് ആ ഒരു ഗ്രഹത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ഗ്രഹത്തില് വാസ്തുദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അവയെ പരിഹരിക്കുവാനും കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു തവണ നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം, നിങ്ങളുടെ കടത്തിന്മേലും സാമ്പത്തിക ബുദ്ധിമുട്ടിന്മേലും വന്നു ചേർന്നിട്ടുള്ള ആ ഒരു മാറ്റം അറിയുവാൻ സാധിക്കും എന്നതാണ്. അങ്ങനെ അറിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കിത് തുടർന്ന് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിൽ അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും അടുക്കളയ്ക്ക് പ്രാധാന്യമുണ്ട്. അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്ന നമ്മുടെ ഗ്രഹത്തിലെ ആലയമാണ് അടുക്കള എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിൽ തന്നെ നമ്മുടെ അടുക്കളയുടെ തെക്കു പടിഞ്ഞാറെ മൂല വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗ്രഹത്തിലേക്ക് മഹാലക്ഷ്മിയെ ആകർഷിക്കുന്നതിന് അടുക്കളയുടെ കന്നിമൂലയിൽ ചെയ്യാൻ സാധിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ചില വസ്തുക്കള് അടുക്കളയുടെ കന്നിമൂലയിൽ സ്ഥാപിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അത്ഭുതകരമായിട്ട് വളർത്തും എന്നുള്ളതാണ്. തെക്കു പടിഞ്ഞാറെ മൂലയെയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. സ്ഥിരതയുടെയും ഊർജ പ്രവാഹത്തിന്റെയും ദിശയായിട്ടാണ് കന്നിമൂലയെ കൽപ്പിക്കപ്പെടുന്നത്. സമ്പത്ത്, സ്ഥിരത, ദീർഘായുസ് എന്നിവയെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ദിശയായിട്ടാണ് കന്നിമൂലയെ വാസ്തുശാസ്ത്രത്തില് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗ്രഹത്തിന്റെ ഐശ്വര്യവർദ്ധനവിന് കന്നിമൂല അത്രത്തോളം പ്രാധാന്യം കൈവരുന്നത്. കന്നിമൂലയിൽ നെഗറ്റീവ് ഊർജം കെട്ടിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രഹത്തില് മൂദേവി വാസമുണ്ടാകും. മഹാലക്ഷ്മി ആ ഗ്രഹത്തില് വസിക്കുകയില്ല. തന്നിമിത്തം ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗം, അതായത് തെക്കു പടിഞ്ഞാറെ കോർണർ വരുന്ന ആ ഒരു മൂലയില് ഇനി പറയുന്നതായിട്ടുള്ള വസ്തു നിങ്ങൾ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹത്തിലുള്ളതായ വാസ്തുദോഷങ്ങളെ അത് പരിഹരിക്കുകയും തന്നിമിത്തം നമ്മുടെ ഗ്രഹത്തിലേക്ക് മഹാലക്ഷ്മി ആഗതമാകുകയും അത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഐശ്വര്യങ്ങള്, പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള ഉയർച്ചകൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിന്റെ പടികടന്ന് വരുന്നതിന്, തന്നിമിത്തം സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതിന് ഈ ഒരു കന്നിമൂലയില്, അടുക്കളയുടെ കന്നിമൂലയില്, അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് വയ്ക്കേണ്ട ദിവ്യവസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യുന്നതിനും പോസിറ്റീവ് ഊർജത്തെ പരത്തുന്നതിനുമുള്ള കഴിവുണ്ട്. മാത്രവുമല്ല കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കയറിയ ഒരു വസ്തുവാണ്. മഹാലക്ഷ്മി കടലിൽ ജനിച്ചവളാണ്, അല്ലെങ്കിൽ കടലിൽ ഉത്ഭവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ലഭിക്കുന്ന സർവ്വ വസ്തുക്കളിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. പൗർണമി വരുന്ന ദിവസങ്ങളിലോ വെള്ളിയാഴ്ച വരുന്ന ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. അല്പം പരന്ന ഒരു ബൗളില്, അല്ലെങ്കിൽ ഒരു ചില്ല് ഗ്ലാസോ അതുമല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസോ എടുത്തതിന് ശേഷം അതിൽ നിറയെ കല്ലുപ്പ് നിറച്ച് അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ തുറന്ന് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അത് വയ്ക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഇത് ഒരു തവണ വച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതില്ല, അതവിടെ ഇരുന്നോട്ടെ. ഓരോ 2 ആഴ്ച കൂടുന്തോറും നമ്മൾ ഈ ഉപ്പ് മാറ്റി ആ ഒരു വച്ചിരുന്ന പാത്രം കഴുകി ശുദ്ധി വരുത്തിയ ശേഷം പുതിയ ഉപ്പ് നിറച്ച് വയ്ക്കണം. ഇതിലുണ്ടായിരുന്ന ആ ഒരു ഉപ്പ് അല്പം ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തിലെ സിങ്കിൽ ഒഴിച്ചു കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രഹത്തിന് പുറത്ത് ചെടിയുടെ ചുവട്ടിലോ ആരെങ്കിലും ചവിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗത്തോ ഒഴിച്ചു കളയാവുന്നതാണ്. നമ്മുടെ അടുക്കളയിൽ ഏതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ അതിനെയൊക്കെ വലിച്ചെടുത്ത് നിർമ്മാർജ്ജനം ചെയ്യാനും ഇത് മഹാലക്ഷ്മിയെ ആകർഷിക്കാനും ഇങ്ങനെ ചെയ്യുന്ന കർമ്മം സഹായിക്കും എന്നതാണ്.
ഇതിന് പൂജയോ വഴിപാടോ മന്ത്രമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുക്കളയും മഹാലക്ഷ്മി ദേവിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. മഹാലക്ഷ്മി ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പൂജാമുറിയിലൊന്നുമല്ല, മഹാലക്ഷ്മി ദേവി വിരാജിക്കുന്നത് ഒരു ഗ്രഹത്തിലെ അടുക്കളയിലാണ്. മഹാലക്ഷ്മി ദേവി ഉറങ്ങുന്നത് പോലും അടുക്കളയിലാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് എപ്പോഴും അടുക്കള വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അടുക്കളയിൽ നമ്മൾ പഴകിയ പാത്രങ്ങളൊന്നും ഉപേക്ഷിച്ചതിന് ശേഷം കഴുകാതെ പോയിട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. കാര്യം മഹാലക്ഷ്മി എപ്പോഴും വൃത്തിയും ശുദ്ധിയും ആഗ്രഹിക്കുന്നവളാണ്. അടുക്കളയിൽ നമ്മൾ എന്ത് മാലിന്യം അത് നൽകിയാലും ലക്ഷ്മി ദേവിയുടെ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നത് തടയും എന്നുള്ളതാണ്. അതുകൊണ്ട് അടുക്കള എപ്പോഴും, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, നമ്മൾ ശുചിയാക്കി വയ്ക്കുക എന്നതാണ്. അതുപോലെ തന്നെ പാത്രം തുടയ്ക്കുന്നതും അടുപ്പ് തുടയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള തുണികൾ നനച്ചിട്ടതിന് ശേഷം രാത്രി നമ്മൾ അടുക്കളയിൽ ഇട്ട ശേഷം നമ്മൾ ഉറങ്ങാൻ പോകാൻ പാടില്ല. ആ തുണികളിൽ നിന്ന് ഇങ്ങനെ ജലം ഇറ്റിറ്റ് വീഴാൻ പാടില്ല എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ നമ്മൾ മുക്കിപ്പിഴിഞ്ഞ് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ പോകാവുന്നതാണ്. അത്തരത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നത്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ നമ്മൾ നേരിടാൻ കാരണമാകുന്നത്, കടബാധ്യതകൾ ഉണ്ടാവാൻ കാരണമായി തീരുന്നത്, ധനനഷ്ടം ഉണ്ടാവാൻ കാരണമായി തീരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കല്ലുപ്പ് വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ അടുക്കളയുടെ കന്നിമൂലയിലും അതുപോലെ തന്നെ ഗ്രഹത്തിന്റെ കന്നിമൂലയിലും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ഒന്ന് പറയാം. ഒന്നാമതായിട്ട്, എപ്പോഴും വൃത്തിയോടും ശുചിയോടും കൂടി നമ്മൾ ഈ കന്നിമൂല വരുന്ന, അടുക്കളയുടെ കന്നിമൂല ആയാലും ഗ്രഹത്തിന്റെ കന്നിമൂല ആയാലും വരുന്ന ഭാഗം എപ്പോഴും വൃത്തിയും ശുദ്ധിയോടും കൂടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വീടിനുള്ളിലായാലും പുറം ഭാഗത്തായാലും ഇക്കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാരണവശാലും ഈ ഭാഗങ്ങളിൽ നമ്മൾ മാലിന്യങ്ങൾ കൊണ്ടിടാനോ അല്ലെങ്കിൽ മലിനപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴും വൃത്തിയായിരിക്കണം ഈ ഒരു ഭാഗം. രണ്ടാമതായിട്ട്, ഞാൻ പറഞ്ഞ 2 ഭാഗങ്ങളിലും നിങ്ങൾ ഓരോ ബൾബെങ്കിലും ഇട്ട് വയ്ക്കുക. അവിടെ പ്രകാശപൂരിതമായിരിക്കണം എന്നുള്ളതാണ്. സന്ധ്യാസമയത്തൊക്കെയും ഒരു കാരണവശാലും ഇരുളടച്ച് ഈ ഒരു ഭാഗം വിട്ടേക്കാൻ പാടില്ല. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഗ്രഹത്തിന്റെ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങളൊരു ബൾബ് ഇട്ടേക്കുക. അതുപോലെ തന്നെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തും, അത് ഗ്രഹത്തിനകത്തായാലും പുറത്തായാലും, നിങ്ങൾക്ക് പരമാവധി വെളിച്ചമുള്ളതായിട്ട് ഇരിക്കണം എന്നതാണ്. ഇനി അതുപോലെ തന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത്. അടുക്കളയിൽ ഈ വരുന്ന ഭാഗത്ത് ഭാരമുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ചും ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഐശ്വര്യപ്രദമാണ്. ഇനി കന്നിമൂല വരുന്ന ഭാഗത്ത് ഒരു വാതിലാണ് എന്നുണ്ടെങ്കിൽ ആ വാതിലൊഴിച്ച് നിങ്ങൾക്കത് വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. അതും ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രഹത്തില് പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗ്രഹത്തിൽ എപ്പോഴും ഇതൊക്കെ നിറയെ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അതിനൊന്നും ഒരു മുട്ടുണ്ടാകുന്ന സാഹചര്യം, അത് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കന്നിമൂലയിൽ നിങ്ങൾ ഈ ഒരു ഉപ്പ് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് പണത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടൻ തീരും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങളുടെ ഗ്രഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കും കലഹവും ഒക്കെ ആയിരുന്ന സ്ഥാനത്ത് കുടുംബ ഐശ്വര്യവും ഐക്യവും സമാധാനവും ശാന്തിയും വർദ്ധിക്കും. ഇനി അടുത്തത് ആരോഗ്യമാണ്. അടുക്കളയുടെ കന്നിമൂല ശുദ്ധിയാക്കുന്നതിലൂടെയും ഗ്രഹത്തിന്റെ കന്നിമൂല അകവും പുറവും ശുദ്ധിയാക്കുന്നതിലൂടെയും ആരോഗ്യം കൈവരും എന്നുള്ളതാണ്. പോസിറ്റീവ് ഊർജം നിറയുന്നതിലൂടെ ആരോഗ്യം കൈവരും, രോഗദുരിതങ്ങൾ അകലും. ഇനി അടുത്തത് നല്ല നല്ല അവസരങ്ങളാണ്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താൻ ആരംഭിക്കും. ജീവിതത്തിൽ തന്നിമിത്തം ഒരു പുരോഗതി കൈവരും. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരല്പം കല്ലുപ്പ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ചാൽ
അടുക്കളയുടെ ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്നുള്ളതാണ്. ഇത് ഒരു തവണ നിങ്ങൾ ചെയ്യുമെങ്കിൽ, അതായത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ 2 ആഴ്ച നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. തന്മൂലം നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കും എന്നുള്ളത് 100% തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ധനനഷ്ടം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, ഈ ഒരു കർമ്മം ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.